ഇന്നുള്ള ഡോക്ടർമാരുടെ 20% മാത്രമേ ഈ ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ആവശ്യമുള്ളൂ. ആധുനിക കാലത്ത് സ്വാഭാവികതയ്ക്കപ്പുറത്തേക്കുള്ള നിരവധി വെല്ലുവിളികൾ ആരോഗ്യത്തിനുണ്ടായിട്ടുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ 20% ആശുപത്രികൾ മുറികളെ ആവശ്യമുള്ളൂ. റോഡപകടം ഉണ്ടായാൽ, അതുപോലെ തന്നെ ആഹാര വിഷബാധകളുണ്ടായാൽ, നായകടിയും പാമ്പുകടിയും ഒക്കെ പോലുള്ള ഘട്ടങ്ങളിൽ, നേരെ ചൊവ്വേ പ്രസവം നടക്കാൻ വയ്യാതെ വരുന്നൊരു ഘട്ടത്തിൽ, വളരെ വലുതായിപ്പോയ ഒരു ഹെർണിയയോ അതൊക്കെ മരുന്നുമായിട്ടിങ്ങനെ ഒളിച്ചൊളിച്ച് കളി നടത്തി രോഗത്തിൻ്റെ അടിസ്ഥാന കാരണത്തെ മാറ്റാതെ സൂത്രപ്പണി ചെയ്ത് വേദനയ്ക്കുള്ളത് കഴിച്ച് ഇപ്പോൾ കാൽമുട്ടൊക്കെ തേയ്മാനം ഉണ്ടാക്കിയെടുക്കുന്നതും, തുടക്കത്തിൽ വേണ്ടതുപോലെ ചെയ്യാതെ ഗൗരവമായി പരിഗണിക്കാതെ രോഗവുമായി ഏതാണ്ട് സൂത്രപ്പണി ചെയ്ത് രോഗത്തെ മരുന്നുകൊണ്ട് ലക്ഷണങ്ങളെ അടിച്ചമർത്തി പോകുന്നതിൻ്റെ ഗതികേടാണ്. എന്നാൽ പോലും അതിനെയെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് 20% ആശുപത്രികൾ, 20% ആശുപത്രി മുറികൾ, 20% ഡോക്ടർമാരുടെ ആവശ്യമുള്ളൂ. കാരണം അടുക്കളയാണ് ആശുപത്രി, ആഹാരമാണ് ഔഷധം, അമ്മയാണ് ഡോക്ടർ. ആഹാരം നേരെയായാൽ ഇന്നുള്ള രോഗങ്ങളിൽ 80%-ലധികവും ആഹാരം കൊണ്ട് തന്നെ മാറ്റാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഓരോ പ്രകൃതി ചികിത്സാലയങ്ങളും നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാരം നേരെയാക്കിയാൽ, ജീവിതം നേരെയാക്കിയാൽ രോഗങ്ങളെല്ലാം തനിയെ മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിൽ നമ്മുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിന് വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ മരിക്കുന്ന കോശങ്ങളുടെ ഡെബ്രീസ്, ജഡങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള കോടാനുകോടി അണുക്കളുടെ മരണത്തിന് ശേഷം അവയുടെ ഡെഡ് ബോഡീസ്, ഇതെല്ലാം നീക്കം ചെയ്യാനായിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മുടെ ചികിത്സകരാരും നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനെ പരിശോധിക്കാനുള്ള വഴികളും അവർക്ക് ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. രക്തം പരിശോധിക്കാൻ പറയും. രക്തം പരിശോധിച്ചിട്ട് ഹീമോഗ്ലോബിൻ കുറവാണ്, സോഡിയം കൂടുതലാണ്, അല്ലെങ്കിൽ കുറവാണ്, പൊട്ടാസ്യം കൂടുതലാണ്, കുറവാണ്, ഇങ്ങനെ പലതൊക്കെ പറയാറുണ്ട്. ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് കൂടെ ശരീരത്തിൽ ശരിയായി സഞ്ചരിച്ച് അതിൻ്റെ ദൗത്യം നിർവഹിച്ചാലാണ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുക. രക്തം പമ്പ് ചെയ്യാൻ നമുക്കൊരു ഹൃദയമുണ്ട്. ലിംഫാറ്റിക് ജ്യൂസ് സ്രവങ്ങൾ പമ്പ് ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? അതെങ്ങനെയാണ് ശരീരത്തിൽ സഞ്ചരിക്കുക? അത് നമ്മുടെ ചലനങ്ങളിലാണ്. മാംസപേശികളുടെ ചലനങ്ങൾ, ജോലി ചെയ്യുന്നതിൽ. നമ്മുടെ അധ്വാനിച്ചിരുന്ന മുൻകാല തലമുറകൾക്ക് അസാധാരണമായ ആരോഗ്യം ഉണ്ടായിരുന്നത് അവരുടെ രക്തസഞ്ചാരം പോലെ തന്നെ ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിൻ്റെ സഞ്ചാരത്തിനും അവരുടെ കായികമായ അധ്വാനങ്ങൾ സഹായിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും കായികമായ വിനോദങ്ങളിൽ ഏർപ്പെടുകയോ വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ അധ്വാനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് ആരോഗ്യം വേറെയാണ് എന്ന് നമ്മൾ കാണുന്നൊരു കാര്യം, കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരമാണ് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനും ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കുള്ള കൈമുതൽ. ആ ശരീരത്തെ നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചാൽ, ആ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ആ ശരീരത്തെ നന്നാക്കി കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ, അതിനെ മോശമായി പോയാൽ അതിനെ നന്നാക്കുന്നത്, ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഏതോ ആശുപത്രിയിലിരിക്കുന്ന ഏതോ ഒരു ഡോക്ടർ കാശുണ്ടാക്കാനുള്ള ആർത്തിക്ക് മുന്നിൽ ആ ആശുപത്രിയുടെ മാനേജ്മെൻറ്റിനെ തൃപ്തിപ്പെടുത്താൻ
നമ്മുടെ ശരീരത്തെ പണമുണ്ടാക്കാനുള്ളൊരു വസ്തുവായി ഉപയോഗിക്കും. ഇന്ന് നടക്കുന്നത് അതാണ്. ഇന്ന് ആശുപത്രിയിലേക്ക് ചെല്ലുന്ന ആളുകളുടെ ശരീരത്തെ കഴിയുന്നത്ര ചികിത്സകൾ വിറ്റ്, സർജറികൾ വിറ്റ് പണമുണ്ടാക്കാനുള്ള ഒരു ഉപകരണമായിട്ടോ ഒരു കമ്മോഡിറ്റി ആയിട്ടോ അല്ലെങ്കിൽ വെറും ഒരു കസ്റ്റമർ എന്ന നിലയിലോ മാത്രമാണ് ഡോക്ടർമാരും ആശുപത്രി മാനേജ്മെൻറ്റും കാണുന്നത്.